കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർക്കെതിരായ ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. MV ഗോവിന്ദൻ അടക്കം 6 പേർക്കെതിരെയാണ് പോക്സോ എടുക്കാൻ നിർദ്ദേശിക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് ഹർജി പരിഗണിക്കുക. സാരംഗ് വിവരങ്ങൾ പങ്കുവെക്കും. സാരംഗ്, ഇപ്പോൾ ഈ വൈറൽ പെൺകുട്ടി അവർ ഗർഭിണിയാണ് എന്ന് ഭർത്താവ് മധ്യപ്രദേശ് പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മധ്യപ്രദേശിലേക്കുള്ള യാത്രയൊന്നും പറ്റില്ല, പോലീസിന് മുന്നിൽ എത്തില്ല. മധ്യപ്രദേശ് പോലീസ് ദിവസങ്ങളെ അവിടെ ക്യാമ്പ് ചെയ്തിരുന്നു, പക്ഷേ അവർക്ക് ഈ പെൺകുട്ടിയെ കണ്ടെത്താനായില്ല. അതിനൊപ്പമാണ് ഇത്തരം പ്രധാനപ്പെട്ട ഒരു കേസ് കൂടി വരുന്നത്. എന്താണ് ഹർജിക്കാർ ആവശ്യപ്പെടുന്നത്? രഞ്ജിത്ത്, തീർച്ചയായും. കാരണം ഇത് വലിയൊരു വിവാദ വിഷയമായി കേരളത്തിൽ കുറേ ദിവസങ്ങളായി, കുറേ ആഴ്ചകളായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഒരു കല്യാണം നടന്ന സമയത്ത് അടക്കം തന്നെ ഈ ഒരു മന്ത്രിമാരും സംസ്ഥാന സെക്രട്ടറി അടക്കം എത്തിയതിൽ വലിയ രീതിയിൽ വിമർശനം ഉയർന്നിരുന്നു. കാരണം പിതാവിൻ്റെ സമ്മതപ്രകാരം, മാതാവിൻ്റെ സമ്മതപ്രകാരം അല്ല എന്നടക്കമുള്ള രീതിയിൽ വലിയ വിവാദമായിരുന്നു ആ സമയത്ത്. പിന്നീടാണ് പ്രായവുമായി ബന്ധപ്പെട്ട വിഷയം വരികയും അത് ഗുരുതരമായ ആരോപണമായി നിലനിൽക്കുന്ന സമയത്ത് തന്നെ അവർ വീണ്ടും വിശദീകരണമായി വരുന്നു. ആ പത്രസമ്മേളനത്തിലായിരുന്നു ഇവർ രേഖകളടക്കം പ്രദർശിപ്പിക്കുകയടക്കം ചെയ്തത്. പിന്നീടാണ് ഈ ഒരു മധ്യപ്രദേശ് പോലീസിന്റെ ഇടപെടലും പോക്സോ കേസടക്കം വരുന്നത്. അതിലാണിപ്പോൾ MV ഗോവിന്ദനെ അടക്കം ഈ ഒരു കേസിൽ ഉൾപ്പെടുത്തണമെന്നടക്കമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ആ സമയത്തടക്കം ഈ ഒരു പാർട്ടി ഏറ്റെടുത്ത് നടത്തിയെന്നായിരുന്നു ആദ്യം അവകാശപ്പെട്ടതെങ്കിൽ പിന്നെ അത് ഇതിന്റെ കൃത്യമായ രേഖകളടക്കം പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനും മറ്റ് അധികാരികൾക്കും എന്നായിരുന്നു പാർട്ടിയുടെ അടക്കം നിലപാട് വന്നിരുന്നത്. അതായത് വിദ്യാഭ്യാസ മന്ത്രി അടക്കം പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു അത്. അതിലടക്കം പറഞ്ഞത് നിരവധി കല്യാണങ്ങൾക്ക് പങ്കെടുക്കാറുണ്ട്, അത്തരത്തിലൊരു കല്യാണമായി മാത്രം ഇത് കണ്ടാൽ മതി. പക്ഷേ ഒരു നോർത്ത് ഇന്ത്യൻ, അതായത് മധ്യപ്രദേശിൽ നടക്കമുള്ള പോലീസ് ഇവിടേക്ക് എത്തുന്നു. ഒരു പോക്സോ കേസ്, അതായത് ലവ് ജിഹാദ് അടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് പോലീസ് ഇവിടേക്ക് എത്തുന്നതും ഇതിന്റെ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നതും. ആ സമയത്ത് ഈ ഒരു പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മൊണാലിസയും ഭർത്താവും രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴും മധ്യപ്രദേശ് പോലീസിന് അവരെ കണ്ടെത്താനോ ഒരു ചോദ്യം ചെയ്യാനായി കൊണ്ടുവരാനോ അടക്കം സാധിച്ചിട്ടില്ല. എന്തിനായാലും ഇത് കൂടുതൽ സങ്കീർണമായ നിയമവശങ്ങളിലേക്ക് പോകുമെന്ന് തുടക്കം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം ഒരു പോക്സോ കേസാവുമ്പോൾ ആ കല്യാണം നടത്തി കൊടുത്തവരടക്കം ഈ ഒരു നിയമക്കുരുക്കിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ നടക്കാനും പോകുന്നത്. കാരണം ഇന്നത്തെ ഒരു തീരുമാനം കോടതിയുടെ പരിഗണനയിൽ വരുന്ന വിഷയമായതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് നിലപാടായിരിക്കും കോടതിയുടെ ഭാഗത്ത് ഉണ്ടാവുക എന്നത് വളരെ നിർണായകമായ ഒരു വിഷയമാണ്. മാത്രമല്ല ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയവും കൂടിയാണ്. അതുകൊണ്ട് ഇതിന്റെ രാഷ്ട്രീയ വിഷയമായി ഉയർത്തി കാണിക്കാനടക്കം പ്രതിപക്ഷ നേതാക്കളടക്കം, പ്രതിപക്ഷ പാർട്ടികളടക്കം ഇത് ഉപയോഗിക്കാനടക്കമുള്ള സാധ്യതയുണ്ട്. എന്ത് തന്നെയായാലും ഇന്നത്തെ കോടതിയുടെ നിലപാടിന് ശേഷമായിരിക്കും കേസിന്റെ മുന്നോട്ടുള്ള ഗതിയെ നിർണ്ണയിക്കുക. രഞ്ജിത്ത്, ശരി. സാരംഗ്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.